പ്രത്യേകിച്ച് ഞങ്ങളുടെ സഭാ കൂട്ടായ്മയിൽ എക്യുമെനിക്കൽ പ്രസ്ഥാനത്തില് നിറസാന്നിധ്യമായിട്ട് നിൽക്കുന്ന വ്യക്തിയാണ് തിരുമേനി. അതുപോലെ ഇരിക്കുന്ന പല അച്ഛന്മാരെയും എനിക്ക് ഈ കഴിഞ്ഞ കാലഘട്ടത്തിനിടയിൽ പരിചയപ്പെടാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സമൂഹത്തിൻ്റെ മധ്യേ ഇതുപോലെ സന്തോഷകരമായിട്ടുള്ള ഒരു അവസരത്തിൽ ക്രിസ്മസ് സെലിബ്രേഷനിൽ പങ്കെടുക്കുക വളരെ സന്തോഷകരമായിട്ടുള്ള സംഗതിയാണ്. എല്ലാവർക്കും ഈ വർഷത്തെ ക്രിസ്മസിൻ്റെ മംഗളങ്ങളെ സ്നേഹപൂർവ്വം നേരുകയും പുൽക്കൂട്ടിൽ ഭോജാതനായ യേശുവിൻ്റെ അനുഗ്രഹാശംസകളെ ഈ ക്രിസ്മസ് കാലത്തും വരുന്ന പുതുവർഷത്തിലും ധാരാളമായിട്ടുണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുകയാണ്. ക്രിസ്മസ് സന്ദേശത്തെ പറ്റി ചിന്തിക്കുമ്പോൾ നമുക്ക് ഏവർക്കും പരിചിതമാണ് മാലാഖമാരെ അറിയിച്ച മംഗള ദൂത്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഇതിൽ ആദ്യത്തെ ഭാഗം നമ്മൾ വളരെ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ട് ക്രിസ്ത്യാനികൾ. ഓർത്തഡോക്സുകാരാണെങ്കിലും ഏത് സഭാ വിഭാഗക്കാരാണെങ്കിലും തമ്പുരാന് സ്തുതിഗീതങ്ങൾ നൽകാനായിട്ട്, അത്യുന്നതങ്ങൾ ദൈവത്തിന് സ്തുതി പാടാനായിട്ട്, നമ്മുടെ വിശ്വാസപരമായ കാര്യങ്ങൾ കൃത്യമായിട്ട് നിർവഹിക്കാനായിട്ട് നമ്മൾ വളരെ താല്പര്യം കാണിക്കാറുണ്ട്. നമ്മുടെ പ്രാർത്ഥനകളിലെ കുർബാനകളിലൊക്കെ പങ്കെടുക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്. പക്ഷേ പലപ്പോഴും ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന കാര്യം പലപ്പോഴും നമ്മൾ അത്ര പ്രാധാന്യം കൊടുത്ത് കാണാറില്ല. രണ്ട് ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, ഈ സമാധാന സങ്കല്പം. അതാണ് ഒന്നാമതായിട്ട് മാലാഖമാർ പറഞ്ഞത്, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. നമുക്കെല്ലാവർക്കും അത്ര കണ്ട് ആ സന്മനസ്സുണ്ടോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. പലപ്പോഴും ഈ സന്മനസ്സുള്ളവർക്കാണ് സമാധാനം കൊടുക്കുന്നത്. സമാധാനം പല രീതിയിലുണ്ട്. ഇപ്പൊ ഇന്റർനെറ്റിൽ വരെ സമാധാനം മേടിക്കാം. ഇഫ് യു ഹാവ് എ ക്രെഡിറ്റ് കാർഡ് യു ക്യാൻ ബൈ പീസ്. സമാധാനം നൽകുന്ന മ്യൂസിക്, സമാധാനം നൽകുന്ന ചില ചിത്രീകരണങ്ങൾ, ഇമേജസ്, അതൊക്കെ നമുക്ക് കാശ് കൊടുത്ത് മേടിക്കാം. There is another type of peace, negotiated peace. ഞാൻ എൻ്റെ ശുശ്രൂഷ തലത്തിൽ 4 വർഷത്തിലേറെ ഐക്യരാഷ്ട്രസഭയിൽ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ, അതിന് ഹെഡ് ക്വാർട്ടേഴ്സ് അമേരിക്കയിലാണ്, ന്യൂയോർക്കിൽ. അവിടെ ഞാൻ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. അവിടെ ഞങ്ങളുടെ മെയിൻ പണി ഈ സമാധാനം നെഗോസിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു ലോക പാർലമെന്റ് ആയിട്ടുള്ള ഐക്യരാഷ്ട്രസഭയിലെ മറ്റ് രാജ്യങ്ങളുമായിട്ട് കോൺഫ്ലിക്ട്സ് റിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുമായിട്ട് സംസാരിച്ച് നെഗോസിയേഷൻസ് നടത്തി റെസൊല്യൂഷൻസ് ഉണ്ടാക്കി ജനറൽ അസംബ്ലിയിൽ പാസ്സാക്കുക. ദാറ്റ് ഈസ് എ നെഗോസിയേറ്റഡ് പീസ്. എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ള സമാധാനമാണ് യേശു തന്റെ ജനനത്തിലൂടെ നമുക്ക് വാഗ്ദാനം ചെയ്തത്. പ്രത്യേകിച്ച് നമ്മൾ ലൂക്കായുടെ സുവിശേഷത്തിലുള്ള കാണുന്നുണ്ട്, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു. ലോകം നൽകുന്നത് പോലെയുള്ള സമാധാനമല്ല ഇത്. യേശുവിൻ്റെ സമാധാനത്തിൻ്റെ അടിസ്ഥാന സ്വഭാവം, that is a durable peace, sustainable peace. ഈ സമാധാനമാണ് നമുക്ക് ഓരോ ക്രിസ്മസ് ആഘോഷത്തിലും അനുഭവിക്കാനുള്ളത്. ഈ സമാധാനം മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് സന്തോഷം ഉണ്ടാവും. യേശു നമുക്ക് പറഞ്ഞു തന്ന ഈ സമാധാനം, ഇതിന്റെ വേറൊരു വേർഷനാണ് ഇന്ന് ഒത്തിരി പറയുന്ന സംഗതിയാണല്ലോ വെൽനെസ്.
മനസ്സിനും ശരീരത്തിനും സന്തോഷം ഉണ്ടാകുന്ന ഒരവസ്ഥയാണ് യേശുവിൻ്റെ ജനനത്തിലൂടെ നമുക്ക് മനുഷ്യകുലത്തിന് മുഴുവൻ സംജാതമാക്കിയിട്ടുള്ളത്. ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ ഈ സമാധാനത്തിൻ്റെ സംവാഹകരായിട്ട്, ഈ സമാധാനത്തിൻ്റെ സാക്ഷികളായിട്ട് മനസ്സിലും ശരീരത്തിലും സന്തോഷം അനുഭവിക്കുന്നവരായിട്ട് മാറാൻ നമുക്ക് പരിശ്രമിക്കാം. ഇത് ആരംഭിക്കേണ്ടത് അവനവനിൽ നിന്ന് തന്നെയാണ്. ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം എന്ന് നമ്മൾ പറയാറുണ്ട്. ഈ സ്നേഹവും സന്തോഷവും ഒക്കെ നമ്മൾ ആദ്യം നമ്മിൽ തന്നെ അനുഭവിച്ച് നമ്മുടെ ഭാര്യ, മക്കള്, കുടുംബം, സമൂഹം, അവിടെയാണ് ഈ സമാധാനത്തിൻ്റെ അനുഭവം നമുക്ക് ഏറ്റവും ആദ്യമായിട്ടുണ്ടാകേണ്ടത്. ഈ ക്രിസ്മസ് കാലത്ത് നമുക്ക് ഓരോരുത്തർക്കും അതിൽ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകിച്ച് ആശംസിക്കുകയാണ്. രണ്ടാമത്തെ ചിന്ത, ഈ മനസ്സിന് സമാധാനം ഉണ്ടെങ്കിൽ ശരീരത്തിന് സമാധാനം ഉണ്ടാവുകയുള്ളൂ. നമ്മളിപ്പോൾ ഈ മെഡിക്കൽ ഫീൽഡിലുള്ളവർക്കറിയാം, we speak about the psychosomatic diseases or mental state, psychosomatic. ഈ സന്തോഷം ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമുക്ക് മനസ്സിന് സന്തോഷം ഉണ്ടാകുമ്പോഴാണ് ശരീരത്തിന് സുഖം ഉണ്ടാവുകയുള്ളൂ, സന്തോഷം ഉണ്ടാകുകയുള്ളൂ. അതുവഴി മനുഷ്യകുലത്തിന് മുഴുവൻ യേശു സംജാതമാക്കിയ ഒരു മഹനീയ സ്ഥാനത്തേക്ക് ഉയരാനായിട്ട് നമുക്ക് സാധിക്കണം. പക്ഷേ നിർഭാഗ്യവശാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ യേശു നൽകിയ ഈ മഹനീയമായ മാനവികത പല സ്ഥലത്തും മുറിവേൽപ്പിക്കപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമ്മളത് അന്വേഷിച്ച് ആഫ്രിക്കയിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ ഈ മഹാനഗരത്തിൻ്റെ ചുറ്റുവട്ടത്തിൽ നമ്മളെപ്പോഴും പറയും ഡൽഹി വളരെ വലിയ ഒരു മെട്രോപൊളിറ്റൻ സിറ്റിയാണ്. പക്ഷേ ഈ വലിയ മെട്രോപൊളിറ്റൻ സിറ്റിയുടെ ഇടവഴികളിൽ, ഊടുവഴികളിൽ, മേൽപ്പാലങ്ങളുടെ കീഴിലേക്ക് നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഇവിടെ ഒത്തിരിയേറെ മുറിവേൽപ്പിക്കപ്പെടുന്ന മാനവികതയെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. കുട്ടികൾ, സ്ത്രീകൾ, കഠിനാധ്വാനം ചെയ്യുന്നവർ, ന്യായമായിട്ടുള്ള മനുഷ്യാവകാശങ്ങൾ ലഭിക്കാതെ ചൂഷണം ചെയ്യപ്പെടുന്നവരെ കണ്ടെത്താനായിട്ട് നമുക്ക് സാധിക്കും. ഞാനൊരു റിപ്പോർട്ടിൽ വായിച്ചത് എല്ലാ ദിവസവും 8 കുട്ടികളാണ് ഡൽഹിയിൽ നിന്ന് ഡിസപ്പിയർ ചെയ്യുന്നത്. അതുപോലെ പല രീതിയിൽ നമുക്ക് മാനവികതയെപ്പറ്റി വൂണ്ടഡ് ഹ്യൂമാനിറ്റി നമുക്കിവിടെ കണ്ടെത്താനായിട്ട് സാധിക്കും. ഇനി ആഗോളതലത്തിലേക്ക് നമ്മൾ പോയാലും ഒരു ചെറിയ ചിന്ത ഞാൻ നമ്മളോട് പങ്കുവെക്കുകയാണ്. ഞാൻ ആഫ്രിക്കയിൽ ജീവിച്ച ആളാണ്. 7 വർഷം ആഫ്രിക്കയിൽ എൻ്റെ ശുശ്രൂഷയായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. അവിടെ സാധാരണ മനുഷ്യർ ഒരു നേരം മാത്രമേ ഭക്ഷണം കഴിക്കുന്നുള്ളൂ. കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും. അത് പലപ്പോഴും സഭ നടത്തുന്ന അല്ലെങ്കിൽ സാമൂഹ്യ സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന സ്കൂളുകളിൽ നിന്ന് കിട്ടുന്ന സ്കൂൾ ഭക്ഷണമാണ്. നമുക്ക് ദൈവം സഹായിച്ച് 3 നേരം 4 നേരം അല്ലെങ്കിൽ ആവശ്യമുള്ളപ്പോഴൊക്കെ ഭക്ഷണം കഴിക്കാനായിട്ടുള്ള സാഹചര്യമുണ്ട്. ഈ ലോകത്തിൽ തന്നെ വേറൊരു ഭാഗത്ത് അന്നന്നത്തെ അപ്പമില്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ട്. ഞാൻ ഈ ചിന്ത പങ്കുവെക്കുന്നത്, യേശു ജനിച്ചത് ബെത്ലഹേമിലാണ്. ബെത്ലഹേം എന്ന വാക്കിനർത്ഥം ഹൗസ് ഓഫ് ബ്രെഡ്. ഈ ലോകത്ത് സർവ്വ മനുഷ്യർക്കും അപ്പം നൽകാനായിട്ട്, സ്വയം തന്റെ ശരീരവും രക്തവും നമുക്ക് പങ്കുവെച്ച് നൽകാനായിട്ട് അവതരിച്ചതാണ് യേശു. പക്ഷെ ഇന്ന് ഈ അപ്പത്തിന്റെ പേരിൽ ഒരുപാട് അസമത്വങ്ങള്, ഡിസ്ക്രിമിനേഷൻസ് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പൊ ആഫ്രിക്കയിലൊക്കെ ആണെങ്കിൽ അവർക്ക് ഒരു നേരം ഭക്ഷണം കഴിക്കാനില്ലാതെ ഞാൻ പറഞ്ഞു. 4 വർഷത്തിലേറെ ഞാൻ അമേരിക്കയിലായിരുന്നു, ന്യൂയോർക്കിൽ കുറച്ച് നാള് യൂറോപ്പിൽ ജോലി ചെയ്തിട്ടുണ്ട്. അവിടെ സംഭവിക്കുന്നത് എന്താണ്? അവിടെ സംഭവിക്കുന്നത് മനുഷ്യരിങ്ങനെ ഭക്ഷണം കഴിച്ച്, നമ്മൾ പറയില്ലേ, നെയ് മുറ്റിയിട്ട് അതെങ്ങനെയാണെങ്കിലും വർക്കൗട്ട് ചെയ്ത് എക്സർസൈസ് ചെയ്ത് അത് വണ്ണം കുറയ്ക്കാനായിട്ട് പരിശ്രമിക്കുന്ന വേറൊരു വശം. ഇതാണ് അപ്പത്തിന്റെ വിരോധാഭാസം, ദ കോൺട്രഡിക്ഷൻ ഓഫ് ബ്രെഡ്. ഒരു ഭാഗത്ത് ഒരു നേരം പോലും ഭക്ഷണം കഴിക്കാനല്ലാതെ ലക്ഷക്കണക്കിന് ആളുകൾ കഷ്ടപ്പെടുമ്പോൾ, വികസിത രാജ്യങ്ങളിൽ ഒരുപാട് ഭക്ഷണം കഴിച്ചിട്ട് അതെങ്ങനെ വർക്കൗട്ട് ചെയ്ത്
വ്യയം ചെയ്ത് ചെറുതാക്കാനായിട്ട് സാധിക്കുമോ എന്നുള്ളതാണ് നമ്മൾ കാണുക. ഞാൻ അതിന്റെ കണക്കുകളൊന്ന് പരിശോധിച്ച് കഴിഞ്ഞപ്പോഴത്തേനും കൃത്യ ഡീറ്റെയിൽസ് പറഞ്ഞില്ലെങ്കിലും അമേരിക്കയിലെ ബില്യൺസ് ഓഫ് ഡോളർ ഈസ് സ്പെൻഡ് ഫോർ വർക്കൗട്ട് ഇൻഡസ്ട്രി. ജിമ്മിൽ പോകാനും അതിനുള്ള ഉപകരണം മേടിക്കാനായിട്ട്. ആഫ്രിക്കയിലുള്ള പാവങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്താൽ അതിൻ്റെ ഒരംശം കൊണ്ട് നമുക്ക് അവരെ ഒരു നേരമെങ്കിലും ഭക്ഷണം കഴിക്കാനായിട്ട് സഹായിക്കാൻ പറ്റും. ഇതുപോലെ തന്നെയുള്ള വേറെ കോൺട്രഡിക്ഷനാണ് 2024 അമേരിക്കയിലെ 997 ബില്യൺ ആണ് ഇതിന്റെ മിലിറ്ററി ബഡ്ജറ്റ് ആയിരുന്നു. 997 ബില്യൺ ഒരു രാഷ്ട്രം. ലോകത്തെ എല്ലാ രാഷ്ട്രങ്ങളുടെയും കണക്കെടുത്താൽ അതിന് താഴെ ഉള്ള 9 രാഷ്ട്രങ്ങളെക്കാൾ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് 997 ബില്യൺ ഡോളർ മിലിറ്ററി എക്സ്പെൻസസിന് വേണ്ടിയിട്ട് ചെലവാക്കിയിരിക്കുന്ന സാഹചര്യത്തിൽ ലോകത്തിന്റെ തന്നെ വേറൊരു ഭാഗത്ത് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനില്ലാതെ മനുഷ്യന് കഷ്ടപ്പെടുകയാണ്. അപ്പൊ ഇങ്ങനെ പല രീതിയിലും ലോകത്ത് മാനവികതയ്ക്ക് മുറിവേൽപ്പിക്കപ്പെടുന്ന സാഹചര്യങ്ങളിൽ സമാധാനം കൊണ്ടുവരാനും അവർക്ക് നിലനിൽക്കുവാനായിട്ട് അപ്പം കൊടുക്കുവാനുമായിട്ട് അവതരിച്ച യേശുവിൻ്റെ ജനന തിരുനാളാണ് നമ്മൾ ആഘോഷിക്കുക. ഈ സാഹചര്യത്തിലാണ് സോഷ്യോളജിസ്റ്റ് ഒരിക്കൽ പറഞ്ഞു, നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവേ, ദ പ്രയർ ഓഫ് അവർ ഫാദർ യു ഷുഡ് ചേഞ്ച്. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമെന്ന് അല്ല പ്രാർത്ഥിക്കുന്നത്, വിശക്കുന്നവന് അപ്പം കൊടുക്കണമേ, ഒരുപാട് അപ്പമുള്ളവന് വിശപ്പ് കൊടുക്കണമേ എന്ന് മാറ്റി പ്രാർത്ഥിക്കണമെന്ന് അവർ പറയണ്ടേ. പ്രിയപ്പെട്ടവരെ, ഈ ക്രിസ്മസ് ആഘോഷിക്കുന്ന അവസരത്തിൽ യേശുവിൻ്റെ ജനനകാലത്ത് മാലാഖമാര് നമ്മളോട് പറഞ്ഞ അത്യുന്നതങ്ങളുടെ ദൈവത്തിന്റെ സ്തുതി നമ്മളൊക്കെ സ്തുതി കൊടുക്കുന്നവരാണ്. അത് തുടരാനും ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക്, നമുക്ക് ചുറ്റുമുള്ള നമ്മുടെ സഹപ്രവർത്തകർക്ക്, സഹജീവികൾക്ക് സന്മനസ് വാഗ്ദാനം ചെയ്യാനും നമ്മളാൽ ആവുന്ന രീതിയിൽ ഒരു നേരത്തെ ഭക്ഷണമെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തുകൊണ്ട് അല്പം സന്തോഷം പകരുന്നവരായിട്ട് മാറാനും നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മോടുകൂടെ, ഇമ്മാനുവേൽ എന്നാണ് യേശുവിനെ നമ്മൾ അഭിസംബോധന ചെയ്യുക. യേശു മനുഷ്യനായി തീർന്നതിൻ്റെ മഹത്തായ രഹസ്യമാണ് നമ്മൾ ആഘോഷിക്കുക. ഓരോ ക്രിസ്മസും ഈ മനുഷ്യാവതാരത്തിൻ്റെ ദൗത്യമാണ് നമ്മെ ഏൽപ്പിക്കുക. മറ്റുള്ളവരുടെ മുൻപിൽ നന്മയുള്ള മനുഷ്യരായി, യഥാർത്ഥ മാനുഷിക മൂല്യമുള്ള വ്യക്തികളായിട്ട് യേശുവിൻ്റെ സാന്നിധ്യത്തിന് സാക്ഷ്യം വഹിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ ഈ ക്രിസ്മസ് സന്തോഷകരമായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതിന് അവസരം നൽകിയ ദിമേത്രിയോസ് തിരുമേനിയോടും ഇതിൻ്റെ സംഘാടകരോടുമുള്ള എൻ്റെ നന്ദി, ഈ അവസരത്തിൽ സന്തോഷം ഈ അവസരത്തിൽ അറിയിക്കുന്നു. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്.